Textbook problem page number 202. What is the surface area of the largest sphere that can be carved from a cube of edges 8 centimeters? വക്കുകളുടെ എല്ലാം നീളം 8 സെന്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? നമുക്കിവിടെ ഒരു ക്യൂബ് കാണാം. ഈ ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ വരുമ്പം ക്യൂബിന്റെ ഒരു ഫേസ് മാത്രം ഇമാജിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്യൂബിന്റെ ഒരു ഫേസ് മാത്രം എടുക്കുകയാണെങ്കിൽ അതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു ഭാഗം മാത്രം എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ ആണ് കിട്ടുക. അപ്പൊ നമുക്കറിയാം ക്യൂബിന്റെ ഒരു എഡ്ജിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 8 സെന്റിമീറ്റർ എന്ന്. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് കാണേണ്ടത് സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് ഫോർമുല അറിയാം, 4πr². ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താണ്? r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. അപ്പൊ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ ഒരു ഭാഗമാകുന്ന സർക്കിളിൽ നിന്ന് അതിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സ്ഫിയറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ക്യൂബിന്റെ ഒരു ഫേസ് മാത്രം എടുക്കുന്നു. സോ നമ്മുടെ സ്ഫിയർ ഒരു സർക്കിളായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ. ദാറ്റ് ഇസ് സെയിം ആസ് റേഡിയസ് ഓഫ് സ്ഫിയർ. ഓക്കെ, സോ ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ഈ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ പകുതിയായിരിക്കും റേഡിയസ് ഓഫ് ദ സ്ഫിയർ. The diameter of the sphere, വ്യാസം, diameter of the sphere, ഗോളത്തിന്റെ വ്യാസം is the length of an edge of the cube. ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളമാണ്. Therefore റേഡിയസ് എന്തായിരിക്കും? ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ പകുതിയാണ് റേഡിയസ്. സോ 4 സെന്റിമീറ്റർ. Therefore സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്, നമുക്ക് അതിന് ഫോർമുല ഉണ്ട്, 4πr². റേഡിയസ് r എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. സോ 4π ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് നമുക്ക് 4 കൊടുക്കാം. സോ 4² എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 4π ഇൻറ്റു 4² എത്രയാണ്? 4ന്റെ വർഗം 16 ആണ്. ഇനി 4 ഇൻറ്റു 16 ചെയ്യാം. 4 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. 64π. ഇത് സർഫസ് ഏരിയ ആണ്. മറ്റ് യൂണിറ്റുകൾ തന്നത് സെന്റിമീറ്ററിലാണ്. സോ 64π സെന്റിമീറ്റർ സ്ക്വയർ ആണ്. The total surface area of the largest sphere that can be carved from a cube of edges 8 centimeter. Textbook exercise question number 5, page number 203. From a solid sphere of radius 10 centimeters, a cone of height 16 centimeters is carved out. What fraction of the volume of the sphere is the volume of the cone? 10 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഒരു ഗോളത്തിൽ നിന്ന് 16 സെന്റിമീറ്റർ ഉയരവും പരമാവധി വലുപ്പവുമുള്ള ഒരു വൃത്തസ്തൂപിക വെട്ടിയെടുത്തു. സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ എത്ര ഭാഗമാണ്? നമുക്കൊരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണ് വരയ്ക്കും. ഓക്കെ, ഈ ഒരു സോളിഡ് സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അതായത് സെന്ററിൽ നിന്ന് സർക്കിളിന്റെ അല്ലെങ്കിൽ സ്ഫിയറിന്റെ സർഫസിലേക്കുള്ള ലെങ്ത് തന്നിട്ടുണ്ട്.
10 സെന്റിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോണുമായിട്ട് കണക്ട് ചെയ്ത് റേഡിയസ് വരച്ചാൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ്. തന്നിട്ടുണ്ട് എത്രയാണ്? 10 സെന്റിമീറ്റർ എന്ന്. ഞാൻ ഈ കോണിന്റെ വേറൊരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ് അല്ലെ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത്. അതും എത്ര തന്നെയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഈ കോണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ കോണിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇസ് ദ അപ്പെക്സ് ഓഫ് ദ കോൺ, ശീർഷം. ഇതിൽ നിന്ന് കോണിന്റെ ബേസായ സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം. ഹൈറ്റ് ഓഫ് ദ കോൺ തന്നിട്ടിരിക്കുന്നത് 16 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് തന്നിരിക്കുന്നത് 16 ആണ്. നമുക്കറിയാം ഇവിടുന്ന് ഈ സെന്റർ വരെയുള്ള ലെങ്ത് 10 ആണെങ്കിൽ ആ സെന്ററിൽ നിന്ന് താഴെ ബേസിലേക്കുള്ള ലെങ്ത് എത്രയായിരിക്കും? 6 ആയിരിക്കും. സോ ടോട്ടൽ ഹൈറ്റ് ഓഫ് കോൺ നമുക്ക് 10 + 6 16 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് സ്ഫിയറും കാണണം, വോളിയം ഓഫ് കോണും കാണണം. അപ്പൊ വോളിയം ഓഫ് സ്ഫിയർ നമുക്ക് ഫസ്റ്റ് കാണാം. ഗോളത്തിന്റെ വ്യാപ്തം. വോളിയം ഓഫ് സ്ഫിയർ കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് സ്ഫിയർ? 4/3πr³. ഇവിടെ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. വേർ r is equal to റേഡിയസ് ഓഫ് സ്ഫിയർ. റേഡിയസ് ഓഫ് സ്ഫിയർ എന്താന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് സ്ഫിയറിന്റെ ഗോളത്തിന്റെ ആരം അഥവാ റേഡിയസ്. അപ്പൊ നമുക്ക് ഈ ഫോർമുലയില് ആറിന് പകരം 10 കൊടുക്കാം. therefore നമുക്ക് വോളിയം ഓഫ് സ്ഫിയർ കിട്ടും. വോളിയം ഓഫ് സ്ഫിയർ ഇസ് ഈക്വൽ ടു 4/3π into r³ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? 10³ എന്ന് എഴുതും. സോ 4/3π into 10³ എന്താണ്? 1000 ആണ്. ഓക്കെ, 4 into 1000 4000 ആണല്ലോ. 4നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4000 വരും. 4000π/3 സെന്റിമീറ്റർ ആണ് മെഷർ. സെന്റിമീറ്റർ ക്യൂബ് എന്നതാണ് വോളിയം ഓഫ് സ്ഫിയർ. ഇനി കാണേണ്ടത് ഈ കോണിന്റെ വ്യാപ്തമാണ്. അതായത് കോണിന്റെ വോളിയം, വൃത്തസ്തൂപികയുടെ വ്യാപ്തം. വോളിയം ഓഫ് കോൺ അത് കാണാനും നമുക്ക് ഫോർമുലയുണ്ട്. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് കോൺ? 1/3 into ബേസ് ഏരിയ. ബേസ് സർക്കിൾ ആണ്. സോ πr². ഹൈറ്റ് h. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കോൺ ആണ്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം റേഡിയസ് ഓഫ് കോൺ എന്ന് പറയുന്നത് ഇതാണ്, അല്ലാതെ റേഡിയസ് ഓഫ് സ്ഫിയർ അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. ആ ലെങ്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്? അല്ല. സോ ഇവിടെ നമുക്ക് എഴുതാം വേർ ഈ രണ്ടാമത് എഴുതിയ r എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വോളിയം ഓഫ് സ്ഫിയർ കഴിഞ്ഞ് മാറ്റിവെച്ചു. ഓക്കെ, വേർ r ഈസ് റേഡിയസ് ഓഫ് കോൺ. അത് നമുക്കറിയോ? തന്നിട്ടില്ല അല്ലെ? ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. കോണിനെ കുറിച്ച് നമുക്ക് ആകെ തന്നിരിക്കുന്നത് കോണിന്റെ ഹൈറ്റ് മാത്രമാണ്. റേഡിയസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. h എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് കോൺ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ഹൈറ്റ് ഓഫ് കോൺ? 16 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കോണിന്റെ റേഡിയസ് കാണണം. അപ്പൊ ചിത്രത്തില് നമ്മൾ കോണിന്റെ റേഡിയസ് വരച്ചു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഫോം ചെയ്തതായിട്ട് കാണാൻ കഴിയും. ആ റൈറ്റ് ട്രയാങ്കിൾ മാത്രം ഞാനിപ്പോ ഒരു റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണത്. ദാറ്റ് മീൻസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഹിയർ ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഗോളത്തിന്റെ ആരം അല്ലെ? ഞാനിപ്പോ ഗോളത്തിനെ സൂചിപ്പിക്കാൻ സർക്കിളാണ് വരച്ചത്. നമുക്കറിയാം ഒരു ഗോളം നമുക്ക് 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അത് നമുക്കൊരു പേപ്പറിനകത്ത് വരയ്ക്കാൻ പറ്റുന്നതല്ല.
അപ്പൊ അതുകൊണ്ടാണ് ഗോളം എന്ന് നമ്മൾ പേപ്പറിൽ വരച്ചെടുക്കുമ്പോൾ ഒരു സർക്കിൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ സെന്ററിൽ നിന്ന് അതിലേക്കുള്ള സർഫസിലേക്കുള്ള ലെങ്ത് ആണ് കാണുന്നത് 10 സെന്റിമീറ്റർ. പിന്നെ ഈ 6 സെന്റിമീറ്റർ എങ്ങനെയാണ് കിട്ടിയത്? ഹൈറ്റ് ഓഫ് കോൺ തന്നിട്ടുണ്ടായിരുന്നു. സോ സെന്ററിൽ നിന്ന് സർക്കിളിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണ്. ആ സർക്കിളിലെ പോയിന്റ് എന്ന് പറയുന്നത് കോണിന്റെ അപ്പെക്സ് ആണ്. സോ അത്രയും ലെങ്ത് 10 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ആ സെന്ററിൽ നിന്ന് കോണിന്റെ ബേസിന്റെ സെന്ററിലേക്കുള്ള ലെങ്ത് അപ്പോൾ എത്രയാവും? 6 ആവും. ബിക്കോസ് നമുക്ക് ഇതിന്റെ ഹൈറ്റ് 16 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നതിൽ ഹൈപ്പോട്ടിന്യൂസ് 10 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് 6 ആണെങ്കിൽ മറ്റേ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് റേഡിയസ് ഓഫ് കോൺ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആകുമ്പോൾ ഫസ്റ്റ് വി കണക്ട് എന്തിലോട്ടാ കണക്ട് ചെയ്യുക? നമ്മള് പൈതഗോറസ് തിയറം. ബൈ പൈതഗോറസ് തിയറം നമുക്ക് എഴുതാൻ എളുപ്പത്തിന് ഒരു കാര്യം ചെയ്യാം. ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിന് ഓരോ പോയിന്റ് കൊടുക്കാം. നമുക്ക് ഈ ഒരു സെന്റർ ഓഫ് ദ സർക്കിളിന് സി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം. ഇത് എ കൊടുക്കാം, ഇത് ബി കൊടുക്കാം. ഓക്കെ, നമുക്ക് മനസ്സിലാവും. എ ബി എന്ന് പറയുന്നതാണ് കോണിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. വൃത്തസ്തൂപികയുടെ ആരം എന്ന് പറയുന്നത് ബേസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ് റേഡിയസ് എന്നുള്ളത്. ഓക്കെ, ആ ബേസിന്റെ സെന്ററിൽ നിന്ന് കോണിന്റെ ഒരു എൻഡിലേക്കുള്ള ലെങ്ത് ആണ് റേഡിയസ്. ബൈ പൈതഗോറസ് തിയറം. അപ്പൊ നമ്മൾ എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? ബേസ് ഇവിടെ എ ബി ആണ്. സോ എ ബി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സി ബി, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ്. സോ സി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, കർണം സ്ക്വയർ, കർണം എ സി ആണ് ഇവിടെ, എ സി സ്ക്വയർ. ഓക്കെ, അപ്പൊ എ ബി നമുക്ക് കണ്ടുപിടിക്കണം, നമുക്ക് അറിയില്ല. സോ എ ബി തന്നെ വെക്കുന്നു. സി ബി നമുക്ക് ചിത്രത്തിൽ കാണാം. എത്രയാണത്? 6 ആണ്. 6 സ്ക്വയർ എന്ന് വരും. എ സി 10 ആണ്. സോ 10 സ്ക്വയർ. ദാറ്റ് മീൻസ് എ ബി സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 36 ആണ്. 10 സ്ക്വയർ 100 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ കാണണമെങ്കിൽ 36 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അത് 100 മൈനസ് 36 എന്നാവും. 100ൽ നിന്ന് 36 കുറച്ചാൽ 64 കിട്ടും. എ ബി സ്ക്വയർ 64 ആണെങ്കിൽ എ ബി എന്താണ്? എന്തിന്റെ സ്ക്വയർ ആണ് 64? അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് 64 എത്രയാണ്? 8 ആണ്. സോ എ ബി 8 എന്ന് കിട്ടും. എ ബി എന്ന് പറയുന്നത് എന്താണ്? വൃത്തസ്തൂപികയുടെ ആരമാണ്, റേഡിയസ് ഓഫ് കോൺ. അതിന് നമ്മൾ 6 എന്ന് ഓൾറെഡി ഫോർമുലയിൽ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് 6 എന്ന് കൊടുക്കാം. R is equal to 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഓഫ് കോൺ കാണാൻ പറ്റും. വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 പൈ ഇൻറ്റു R സ്ക്വയർ. R ഇവിടെ 8 ആണ്. സോ 8 സ്ക്വയർ ഇൻറ്റു H ഹൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് കോൺ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 16 ആണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1/3 പൈ ഇൻറ്റു 8 സ്ക്വയർ എത്രയാണ്? 64 ഇൻറ്റു 16. ഓക്കെ, 3ന്റെ മൾട്ടിപ്പിൾ ഒന്നും അല്ല 64ഉം 16ഉം. സോ നമുക്ക് 64നെ 16നെ മൾട്ടിപ്ലൈ ചെയ്യാം. 64നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 6 24 വരും. 2 ബാക്കി. 6 ഇൻറ്റു 6 36, 36 2 38. ഇനി ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 6 6, കൂട്ടുക 4, 8 4 12, 1 ബാക്കി. 6 3 9, 1 10. 1024 എന്ന് കിട്ടും. നമുക്ക് എന്താ കിട്ടിയത്? 1/3 പൈ ഇൻറ്റു 1024. അപ്പൊ അതിനെ നമുക്ക് 1024 പൈ ബൈ 3 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് സ്ഫിയറിന്റെ വോളിയവും കണ്ടുപിടിച്ചു, കോണിന്റെ വോളിയവും കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ഈസ് ദ വോളിയം ഓഫ് ദ കോൺ. വോളിയം ഓഫ് ദ സ്തൂപികയുടെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ ചിത്രത്തിൽ അറിയാൻ നമുക്ക് സ്ഫിയറിന്റെ ഉള്ളിലാണ് കോൺ ഉള്ളത്. അപ്പൊ ഏതിന്റെ വോളിയം ആയിരിക്കും കൂടുതൽ? സ്ഫിയറിന്റെ വോളിയമാണ് കൂടുതൽ. അപ്പൊ സ്ഫിയറിന്റെ വോളിയത്തിന്റെ എത്ര ഭാഗമാണ് കോണിന്റെ വോളിയം എന്ന് കാണാൻ പറഞ്ഞാൽ എന്ത് കാണുക? വോളിയം ഓഫ് കോൺ ബൈ വോളിയം ഓഫ് സ്ഫിയർ. വലിയത് താഴെ കൊടുക്കണം.
അപ്പോൾ വോളിയം ഓഫ് കോൺ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1024 പൈ ബൈ 3 എന്ന് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ്? 4000 പൈ ബൈ 3. കോമ്പൗണ്ട് ഫ്രാക്ഷൻ ആണ്. നമ്മൾ ബേസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്താണെന്ന്. അപ്പം കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഫ്രാക്ഷൻ, ഡിനോമിനേറ്ററിലും ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകളാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ഡിനോമിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിലും ഒരേ ടേംസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ പൈ മുകളിലുണ്ട്, ഇവിടെ മുകളിൽ പൈ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ളത് 1024 ന്യൂമറേറ്ററിലും 4000 താഴെ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. രണ്ടിനെ നമുക്ക് ഇപ്പൊ നോക്കുമ്പോൾ രണ്ട് നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 1024നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 2 × 4 8, 22, 5 × 4 20, 24, 6 × 4 24, 256 കിട്ടും. അപ്പൊ മുകളിൽ 256 ആയി മാറുമ്പോൾ 4000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 1000. വീണ്ടും 256നെയും 1000നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 256നെയും 1000നെയും നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 256നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും. 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. ഇനി 32 125 ഒരു നമ്പറിന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നില്ല. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടി ഏത് ഫ്രാക്ഷൻ ആണ്? 32/125 എന്നതാണ് ആൻസർ. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 7 പേജ് നമ്പർ 204. A solid sphere is cut into 2 hemispheres. From one, a square pyramid, and from the other, cone, each of maximum possible size are carved out. What is the ratio of their volumes? കട്ടിയായ ഒരു ഗോളം രണ്ട് അർദ്ധഗോളങ്ങളായി മുറിച്ച് ഒന്നിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള സമചതുര സ്തൂപികയും മറ്റൊന്നിൽ നിന്ന് പരമാവധി വലിപ്പമുള്ള വൃത്തസ്തൂപികയും മുറിച്ചെടുക്കുന്നു. ഇവയുടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം എന്ത്? അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു സ്ഫിയറിനെ 2 ഹെമിസ്ഫിയേഴ്സ് ആക്കി മാറ്റിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ 2 ഹെമിസ്ഫിയർ ഒരേപോലത്തെ ഒരു സ്ഫിയറിനെ ഈക്വൽ ആയിട്ട് ഭാഗിച്ചിരിക്കുക. ഇങ്ങനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് മാറ്റി അതിലൊന്നിൽ നിന്ന് ഒരു സ്ക്വയർ പിരമിഡ് ചെത്തിയെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സ്ക്വയർ പിരമിഡ് വരയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു കാര്യം ഓർത്താൽ മതി, ഈ ഹെമിസ്ഫിയേഴ്സിന്റെ ആ സ്ക്വയർ പിരമിഡിന്റെ അപ്പെക്സ് ഈ ഹെമിസ്ഫിയറിലാണ് ഉണ്ടാവുക. ഈ അപ്പെക്സിൽ നിന്ന് ഈ സെന്റർ, ഓക്കെ, ഈ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. ഇത് ഞാൻ ഹെമിസ്ഫിയറിന്റെ ബേസ് ആണ് വരച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്തെടുക്കണം? ഒരു സ്ക്വയർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതിന്റെ മുകൾ ഭാഗം ഇങ്ങോട്ടേക്കും പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് ആണ് എന്ത്? ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ is equal to height of square pyramid. അപ്പം ഒരു ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കാം? R എന്ന് എടുക്കും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു R. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണണം. വോളിയം കാണണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സൈഡാണ് അറിയേണ്ടത്. ബേസിന്റെ ബേസ് എഡ്ജ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് 1/3
എ സ്ക്വയർ എച്ച് ആണ്. എച്ച് ഇസ് ഹൈറ്റ് ഓഫ് പിരമിഡ്. അത് നമുക്കറിയാം. ഹൈറ്റ് ഓഫ് പിരമിഡ് ഇസ് സെയിം ആസ് ഹൈറ്റ് ഓഫ് ഹെമിസ്ഫിയർ ആണ്. അത് ആർ ആണ്. റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ തന്നെയാണ് ഹെമിസ്ഫിയറിന്റെ ഹൈറ്റും. അതിനെ നമ്മൾ ആർ എന്ന് എടുത്തേക്കുന്നു. സോ എച്ചിന് പകരം നമുക്ക് 6 കൊടുക്കാം. ഓക്കെ. ഇനി എ എന്താണ്? എ എന്ന് പറയുന്നത് ബേസ് എഡ്ജ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ആണ്. ഈ ഒരു ഹെമിസ്ഫിയറിലാണ് നമ്മൾ ബേസ് കട്ട് ചെയ്തെടുക്കുക. ഹെമിസ്ഫിയറിന്റെ ഈ ബേസിൽ നിന്നാണ് നമ്മൾ ബേസ് ഓഫ് സ്ക്വയർ പിരമിഡ് എടുക്കുന്നത്. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തുളച്ച് ഇവിടം വരെ നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുള്ളൂ. സോ ഹൈറ്റ് ഓഫ് ഈ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ഈ ഹെമിസ്ഫിയർ തന്നെയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബേസ് എഡ്ജ് കാണണം. 1 എഡ്ജ് ഓഫ് സ്ക്വയർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഒരേ ഒരു വേരിയബിൾ ആണ് ആർ എന്ന് പറയുന്നത്. ആർ ഇസ് ദ റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ ആണ്. സോ ഇവിടെ നിന്ന് ഇത്രയും റേഡിയസ് ആണ്. ഞാൻ ഇങ്ങനെ വരച്ചാൽ അതും റേഡിയസ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ആണ്. സോ ഇത് ആറ് വരുമ്പോൾ ഡയമീറ്റർ എന്ത് വരും? 2r വരും. അപ്പം ഇതെന്തായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ, ബിക്കോസ് ഇതൊരു സ്ക്വയർ ആണ്. രണ്ട് സൈഡും എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പൊ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് എ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് പൈതഗോറസ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ നമുക്കിപ്പോൾ എ കണ്ടുപിടിക്കാം. സോ ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്, കർണം സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 2r ദ ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താ? 2a സ്ക്വയർ കൂട്ടുന്നു. അപ്പൊ 2a സ്ക്വയർ. 2r ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, r-ന്റെ സ്ക്വയർ r സ്ക്വയർ. ഓക്കെ. അപ്പൊ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എ ആണ് ബേസ് എഡ്ജ്. നമുക്ക് ഫോർമുലയിൽ എ ആണ് ആവശ്യം. ഓക്കെ. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2നെ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ നമുക്ക് 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 കിട്ടുന്നു. 2r സ്ക്വയർ വരും. എ സ്ക്വയർ 2r സ്ക്വയർ ആണെങ്കിൽ എ എന്താ? റൂട്ട് ഓഫ് 2r സ്ക്വയർ ആണ്. 2ന്റെ റൂട്ട് √2, r സ്ക്വയറിന്റെ റൂട്ട് r. അപ്പൊ എയുടെ ലെങ്ത് എന്താ വരിക? √2r ആണ് വരിക. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് നമുക്ക് കാണാലോ. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ആദ്യത്തെ ഹെമിസ്ഫിയറിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഏറ്റവും വലിയ സ്ക്വയർ പിരമിഡിന്റെ വ്യാപ്തം 1/3 a സ്ക്വയർ h എന്ന ഫോർമുല എഴുതിയിരുന്നു. 1/3 a എന്ന് പറഞ്ഞാൽ √2r ആണ്. സോ √2r ദ ഹോൾ സ്ക്വയർ. h എന്ന് പറഞ്ഞാൽ റേഡിയസ് തന്നെയാണ്. സോ r. ശരിക്കും മനസ്സിലാക്കി ചെയ്യണം. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാക്കിയാണ് സ്ഫിയറിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് SSLC എക്സാമിന് വരിക. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ പ്രോബ്ലത്തിന്റെ ടൈപ്പിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലാക്കാം. ഹെമിസ്ഫിയറിൽ നിന്ന് സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർത്ത് വെക്കുക. ഹെമിസ്ഫിയറിന്റെ റേഡിയസ് തന്നെയായിരിക്കും സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്. സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് കാണാൻ ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ കൺസിഡർ ചെയ്യണം. എന്നിട്ട് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ നോട്ടിൽ എഴുതി വെച്ചോളാം. ഓക്കെ. ഇനി 1/3 √2ന്റെ സ്ക്വയർ എത്രയാണ്? 2. r-ന്റെ സ്ക്വയർ r സ്ക്വയർ ഇൻറ്റു r. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/3 ഇൻറ്റു 2നെ നമുക്ക് 2/3 എന്ന് എഴുതാം. r സ്ക്വയർ ഇൻറ്റു r ക്യൂബ് എന്ന് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ സ്ഫിയറിന്റെ 2 ഈക്വൽ പാർട്ട് ആക്കിയതിൽ രണ്ടാമത്തെ ഹെമിസ്ഫിയറിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഒരു കോണാണ്. അപ്പൊ കോണ് നമുക്ക് മാക്സിമം പോസിബിൾ സൈസിൽ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാല് ഇതേ ബേസ് തന്നെ കോണിന്റെ ബേസ് ആക്കിയിട്ട് നമുക്ക് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ആണല്ലോ. അപ്പൊ അപ്പെക്സ് എവിടെയായിരിക്കും? കോണിന്റെ അപ്പെക്സ് എവിടെയായിരിക്കും? സ്ഫിയറിന്റെ ഹെമിസ്ഫിയറിന്റെ സർഫസിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ കോണിന്റെ വോളിയം എങ്ങനെ കാണും? അപ്പൊ കോണിന്റെ മെഷേഴ്സ് വേണം. കോണിന്റെ റേഡിയസ് എന്ത് തന്നെയാണ്? കോണിന്റെ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ തന്നെയാണ്. കോണിന്റെ ഹൈറ്റും എന്ത് തന്നെയാണ്? റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ തന്നെയാണ്. അപ്പൊ ഹൈറ്റും ആറാണ്, റേഡിയസും ആറാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ്
വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് കോൺ കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. എന്താണത്? 1/3 πr²h ആണ്. സോ 1/3 പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കോൺ. റേഡിയസ് ഓഫ് കോൺ 6 തന്നെയാണ്. സോ r². ഹൈറ്റ് എന്ന് h എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് കോൺ. ഹൈറ്റ് ഓഫ് കോൺ എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. റേഡിയസ് ഓഫ് കോൺ തന്നെയാണ്. ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് ഒരു കോണ് വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റും റേഡിയസ് തന്നെ, റേഡിയസും ഹെമിസ്ഫിയറിന്റെ റേഡിയസ് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/3 പൈ r³ എന്ന് വോളിയം ഓഫ് കോണും കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് 2/3 r³ഉം വോളിയം ഓഫ് കോൺ 1/3 പൈ r³. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ഈ രണ്ട് വോളിയം തമ്മിലുള്ള റേഷ്യോ കാണണം. അപ്പൊ ആദ്യം സ്ക്വയർ പിരമിഡാണ് പറയുന്നത്. സോ സ്ക്വയർ പിരമിഡിന്റെ വോളിയം ഈസ് ടു വോളിയം ഓഫ് കോൺ കണ്ടുപിടിക്കണം. ഓക്കെ, വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ഓർ റേഷ്യോ ഓഫ് വോളിയംസ്. റേഷ്യോ ഓഫ് വോളിയംസ്, വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ആദ്യം വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എഴുതണം. കാരണം ഒന്നാമത്തെ ഹെമിസ്ഫിയറിൽ നിന്ന് വെട്ടിയെടുക്കുന്നത്, ചെത്തിയെടുക്കുന്നത് സ്ക്വയർ പിരമിഡാണ്. സോ അതിന്റെ വോളിയം ആദ്യം എഴുതണം. അത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 2/3 r³ ആണ്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ എഴുതുക വോളിയം ഓഫ് കോൺ ആണ്. അത് എത്ര തന്നിരിക്കുന്നത്? 1/3 പൈ r³. അപ്പൊ റേഷ്യോ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. റേഷ്യോയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ടേംസിൽ നിന്ന് ഒരേപോലത്തെ ടേംസ് നമുക്ക് വെട്ടിക്കളയാം. r³ നമുക്ക് വെട്ടിക്കളയാം. ഇനി താഴെ ഡിനോമിനേറ്ററിൽ രണ്ടിടത്തും 3 ഉണ്ട്, അതിനെ വെട്ടിക്കളയാം. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 2 മാത്രം ഈസ് ടു, ഇവിടെ നമുക്ക് ബാക്കിയുള്ളത് പൈ മാത്രം. സോ ആൻസർ എന്താ? 2:π. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3 പാർട്ട് ഉണ്ട്. എ പാർട്ട്, the diameter of a wooden hemisphere is 16 centimeter. Find its surface area. B part, a sphere of maximum size is carved out from this. Find the surface area of that sphere. അടുത്തത്, find the ratio of volumes of a hemisphere and a sphere of maximum size that can be carved out from it. മരം കൊണ്ടുണ്ടാക്കിയ ഒരു അർദ്ധഗോളത്തിന്റെ വ്യാസം 16 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. ഇതിൽ നിന്നും പരമാവധി വലിപ്പമുള്ള ഒരു ഗോളം ചെത്തിയെടുക്കുന്നു. ആ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ത്? ഒരു അർദ്ധഗോളത്തിന്റെയും അതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലിപ്പമുള്ള ഗോളത്തിന്റെയും വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ത്? നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ എഴുതാം. ആദ്യത്തത് എ പാർട്ട്, the diameter of a wooden hemisphere. ഒരു ഹെമിസ്ഫിയറിന്റെ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു ഹെമിസ്ഫിയറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. രണ്ടറ്റം തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണണം. ആ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുല ഉണ്ട്. അപ്പൊ അത് എഴുതി വെക്കാം. ഓക്കെ, സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് കാണാനുള്ള ഫോർമുലയാണ് എന്ത്? 3πr². ഇവിടെ 3യും പൈയും കോൺസ്റ്റന്റ്സ് ആണ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ആണ്. റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന ഡയമീറ്റർ ആണ്. ഡയമീറ്റർ അഥവാ വ്യാസം തന്നാൽ ആരം റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ പകുതിയാണ് റേഡിയസ്. അപ്പൊ 16 സെന്റിമീറ്റർ വ്യാസം വന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ. സോ നമുക്ക് 3π × 8², 3π × 64. 64നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 3 12. ഒന്ന് ബാക്കി 6 × 3 18 + 1 19. 192 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കിട്ടും. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, എ സ്ഫിയർ ഓഫ് മാക്സിമം സൈസ് is carved out from this. Find the surface area of that sphere. ഇതിൽ നിന്നും, ഈ ഒരു ഹെമിസ്ഫിയറിൽ നിന്നും പരമാവധി വലുപ്പമുള്ള ഒരു ഗോളം ചെത്തിയെടുക്കുന്നു. ആ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ത്? നമുക്കൊരു ഹെമിസ്ഫിയർ എടുക്കാം.
ഈ ഹെമിസ്ഫിയറിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ കാവ് ചെയ്ത് എടുക്കാൻ പോകുന്ന സ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹെമിസ്ഫിയറിന്റെ അതേ ഹൈറ്റ് തന്നെ ആയിരിക്കും. ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് റേഡിയസ് തന്നെയാണ്. സ്ഫിയറിന്റെ ഹൈറ്റ് അപ്പോൾ എന്താവും? 2 റേഡിയസ് കൂടുമ്പോഴാണ് സ്ഫിയറിന്റെ ഹൈറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അതായത് സ്ഫിയറിന്റെ റേഡിയസ് കാണണമെങ്കിൽ ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എത്രയാണോ അതിന്റെ പകുതി വേണം എടുക്കാൻ. ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് r എന്ന് പറയുന്നത് സ്ഫിയറിന്റെ ഹൈറ്റ് ആണ്, ഹൈറ്റ് ഓഫ് സ്ഫിയർ ആണ്. ഹൈറ്റ് ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ റേഡിയസിന്റെ ഡബിൾ ആണല്ലോ, ഡയമീറ്റർ ഓഫ് സ്ഫിയർ ആണ്. സോ ഡയമീറ്റർ ഓഫ് സ്ഫിയർ r ആണെങ്കിൽ റേഡിയസ് എന്താണ്? r/2 ആയിരിക്കും. ഒരു കാര്യം ഓർക്കുക, ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന, കാവ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ഫിയറിന്റെ റേഡിയസ് ഹെമിസ്ഫിയറിന്റെ റേഡിയസിന്റെ പകുതി ആയിരിക്കും. അപ്പൊ നമ്മൾ ഹെമിസ്ഫിയറിന്റെ റേഡിയസ്, അർദ്ധഗോളത്തിന്റെ ആരം r എന്ന് എടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്ന സ്ഫിയറിന്റെ റേഡിയസ് എന്തായിരിക്കും? ഈ ആറിന്റെ പകുതിയായിരിക്കും. റേഡിയസ് ഓഫ് സ്ഫിയർ carved out from the hemisphere is equal to r/2. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈറ്റിന്റെ ആ ഒരു കോൺസെപ്റ്റിൽ അത് പറഞ്ഞു തന്നത്. ഓക്കെ, r/2 ആണ് റേഡിയസ് ഓഫ് സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ നമുക്ക് കാണാലോ. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ നമുക്കറിയാം 4πr² ആണ്. r എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിന്റെ റേഡിയസ് ആയിരിക്കണം. ഈ ക്വസ്റ്റിനകത്ത് സ്ഫിയറിന്റെ റേഡിയസ് എന്താ? r/2 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? r/2². ഓക്കെ, അപ്പോൾ 4π, r-ന്റെ സ്ക്വയർ r², 2-ന്റെ സ്ക്വയർ 4, 4ഉം 4ഉം വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? πr² എന്ന് സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് ഹെമിസ്ഫിയർ ആൻഡ് സ്ഫിയർ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു അർദ്ധഗോളത്തിന്റെയും അതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള ഗോളത്തിന്റെയും വ്യാപ്തങ്ങളുടെ അംശബന്ധം എന്ത്? അപ്പൊ നമ്മൾ കണ്ടു, ഹെമിസ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ r ആയിട്ടെടുത്തു. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന സ്ഫിയറിന്റെ റേഡിയസ് r/2 ആണ്. സോ രണ്ടിന്റെയും വോളിയം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ, ആദ്യം ഹെമിസ്ഫിയറിന്റെ ആണ് എഴുതേണ്ടത്. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ അർദ്ധഗോളം ആദ്യം, രണ്ടാമതാണ് ഗോളം പറയുന്നത്. ഓക്കെ, ഒരു അർദ്ധഗോളത്തിന്റെയും ആദ്യം അർദ്ധഗോളാണ് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് ഹെമിസ്ഫിയർ. അത് കഴിഞ്ഞിട്ടാണ് സ്ഫിയർ വരുന്നത്. സോ ആദ്യം എഴുതുമ്പോൾ ഹെമിസ്ഫിയർ തന്നെ എഴുതണം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഫോർമുല എന്താണ്? 2/3πr³ എന്നാണ്. വേർ r is the radius of hemisphere. r തന്നെയാണ് നമ്മൾ എടുത്തത്. ഇനി വോളിയം ഓഫ് സ്ഫിയർ എന്താ? ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന സ്ഫിയറിന്റെ വോളിയമാണ്. വോളിയം ഓഫ് സ്ഫിയർ carved out from the hemisphere. Carved out from the hemisphere. സ്ഫിയറിന്റെ വോളിയം എന്താണ്? 4/3π into റേഡിയസ് ക്യൂബ് ആണ്. ആണല്ലോ, r³ എന്ന് എഴുതുന്നത് റേഡിയസ് ഓഫ് സ്ഫിയർ ആണ്. അപ്പൊ റേഡിയസ് ഓഫ് സ്ഫിയർ നമുക്കറിയാം. ഈ ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന സ്ഫിയറിന്റെ റേഡിയസ് ഹെമിസ്ഫിയറിന്റെ റേഡിയസിന്റെ പകുതിയായിരിക്കും. അപ്പൊ r/2 ആണ്. അപ്പോൾ r/2³ നോക്കാം. 4/3π into r-ന്റെ ക്യൂബ് r³, 2-ന്റെ ക്യൂബ് 2 into 2 into 2 എന്നാണ് അർത്ഥം, 8. അപ്പൊ നമുക്ക് ഇവിടെ മുകളിൽ 4 ഉണ്ട്, താഴെ 8 ഉണ്ട്. രണ്ടും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2നെ വെട്ടിക്കളയാം. 4നെ 4 കൊണ്ട് വെട്ടുമ്പോൾ
1 കിട്ടും. 8നെ 4 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ നമുക്ക് മുകളിലുള്ളത് പൈ ആർ ക്യൂബ്, താഴെയുള്ളത് 3 × 2 6. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം ഓഫ് ഹെമിസ്ഫിയറും കണ്ടു, വോളിയം ഓഫ് സ്ഫിയറും കണ്ടു. അപ്പൊ അതിന്റെ റേഷ്യോ കാണും, റേഷ്യോ ഓഫ് വോളിയംസ്. ആദ്യം ഹെമിസ്ഫിയറിന്റെ വോളിയം വേണം എഴുതാൻ. ഹെമിസ്ഫിയറിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? 2/3 പൈ ആർ ക്യൂബ്. സ്ഫിയറിന്റെ, ഈ ഹെമിസ്ഫിയറിൽ നിന്ന് കാവ് ചെയ്തെടുത്ത സ്ഫിയറിന്റെ വോളിയം നമ്മളിവിടെ രണ്ടാമത് കണ്ടുപിടിച്ചു, പൈ ആർ ക്യൂബ് ബൈ 6. അപ്പൊ നമ്മൾ റേഷ്യോ കാണുമ്പോൾ രണ്ടിടത്തും ഒരുപോലെയുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പൈ ആർ ക്യൂബ് 2ലുണ്ട്, രണ്ടിടത്തുനിന്നും വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് താഴെയുള്ളത് എന്താണ്? 2/3 ആണ്. ഈസ് ടു റൈറ്റ് സൈഡിൽ നമുക്കുള്ളത് എന്താണ്? 1/6 ആണ്. അപ്പൊ വീണ്ടും ഡിനോമിനേറ്ററുകൾ തമ്മിൽ നോക്കുക. ഇവിടെ 3 ഉണ്ട്, 6 ഉണ്ട്. 2നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. നമുക്ക് എന്ത് കിട്ടും? 2:1/2. അപ്പൊ നമ്മൾ ഈ ഫ്രാക്ഷൻ എഴുതാറില്ല, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 2/1 എന്ന് അർത്ഥമുണ്ട്. അപ്പൊ നമുക്ക് 2നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 2 × 2 4 വരും. 4:1 എന്നതാണ് ആൻസർ.